നമ്മൾ ഈ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് പരിക്കേൽക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഈ കാൽമുട്ടുകൾ എന്ന് പറയുന്നത്. അതിപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ കായിക താരങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ തരത്തിലുള്ള പരിക്കുകളാണ് സാധാരണഗതിയിൽ ഈ കാൽമുട്ടുകളെ ബാധിക്കാൻ സാധ്യതയുള്ളത്? കാൽമുട്ടിലെ പരിക്ക് എന്ന് പറയുമ്പോൾ അതൊരു ബ്രോഡ് സ്പെക്ട്രം ഡിസീസാണ്. അതായത് ഒരു ആക്സിഡൻറ്റ് പറ്റുമ്പോൾ ഫ്രാക്ചേഴ്സ് വരാം. അതുകൂടാതെ അതാണ് മെയിൻലി ഇപ്പം കാൽമുട്ടിൽ നമ്മൾ തൊടയെല്ലിൻ്റെ താഴെ ഭാഗത്തുള്ള പൊട്ടുകൾ വരാം, അതിന് താഴെയുള്ള എല്ലിൻ്റെ മുകൾ ഭാഗത്തുള്ള പൊട്ട്, ചിരട്ടക്ക് വരുന്ന പൊട്ടുകൾ, ഇതൊക്കെയാണ് എല്ലിലെ ഫ്രാക്ചേഴ്സ് വരുന്നത്. അതുകൂടാതെ മെജോറിറ്റി ഓഫ് ദ ഇഞ്ചുറീസും സ്പോർട്സ് ഇഞ്ചുറീസ് വരുന്നത് അധികം കളിക്കളത്തിലാണ്. പിന്നെ ഇപ്പം സാധാരണ നമ്മൾ സ്ലിപ്പായി വീഴുമ്പോൾ ഒക്കെ വരുന്ന പാടൊക്കെ വരുന്ന പരിക്കുകൾ. അതിൽ സ്പോർട്സ് ഇഞ്ചുറീസിൽ മെയിൻലി ലിഗമെൻറ്റസ് ഇഞ്ചുറീസ് ആയിരിക്കും. അതിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 20% ACL ആൻറ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് മെയിൻ ഒരു ലിഗമെൻറ്റിൻ്റെ ഇഞ്ചുറിയാണ്. പിന്നെ PCL എന്ന് പറയും, പോസ്റ്റീരിയർ ക്രൂഷിയേറ്റ് ലിഗമെൻറ്റ് ഇഞ്ചുറി. പിന്നെ മുട്ടിൻ്റെ 2 എല്ലിനിടയിൽ വരുന്ന വാഷർ പോലെയുള്ള മെനിസ്കസ് ഉണ്ട്, മെനിസ്കൽ ഇഞ്ചുറീസ്. അങ്ങനെ പുറമെ വരുന്ന 2 സൈഡിലും വരുന്ന കൊളാട്രൽ ലിഗമെൻറ്റ് ഇഞ്ചുറീസ്. പിന്നെ ചിരട്ട തന്നെ, അതായത് മുട്ടിൽ ചിരട്ട തന്നെ എന്ന് പറയുന്നത്, ഇതൊക്കെയാണ് കോമൺലി വരുന്ന ഇഞ്ചുറീസ്. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലിഗ്മെന്റ് ഇഞ്ചുറീസിനെ പറ്റി പറഞ്ഞു, അത് പല തരത്തിലുള്ളതെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനൊന്ന് വിശദമാക്കി പറയാം. അതായത് ഇപ്പം യൂഷ്വലി ഒരു കളിക്കളത്തിൽ വരുന്ന പരിക്കുകളാണെങ്കിൽ മുട്ട് നമ്മൾ ചിലപ്പം പെട്ടെന്ന് ഓടുന്നതിൻ്റെ ഇടയിൽ ഒരു കാലിൽ കുത്തി മറ്റേ കാലിൽ തിരിയുമ്പോൾ വരുന്ന ടൈപ്പ് ഇഞ്ചുറീസ് ഉണ്ട്. അതിലാണ് യൂഷ്വലി ACL ഇഞ്ചുറീസൊക്കെ അതിലാണ് വരിക, ആൻറ്റീരിയർ ക്രൂഷിയേറ്റ്. അതായത് ഒരെല്ല് മറ്റേ എല്ലിൻ്റെ മുകളിൽ ഒരു സ്ലിപ്പായി പോകുമ്പോൾ അതിൻ്റെ നോർമൽ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അതങ്ങോട്ട് സ്ലിപ്പാകുമ്പോൾ ആ 2 എല്ലിൻ്റെ ഇടയിൽ വരുന്ന കണക്ഷൻ വിട്ടു പോകുന്ന സംഗതി, അതാണ് ക്രൂഷിയേറ്റ്. പിന്നെ നമ്മൾ തിരിയുന്ന ടൈപ്പ് ഇഞ്ചുറീസ് വരുമ്പോഴാണ് മെനിസ്കൽ ഇഞ്ചുറീസ് എന്ന് പറയും, വാഷറിൽ വരുന്ന പരിക്കുകൾ. പിന്നെ അതിൻ്റെ കൂടെ പല ടൈപ്പ്, ഇതിപ്പോൾ സ്പെസിഫിക്കലി ഒരു ഇഞ്ചുറിയിൽ ഒരു ലിഗമെൻറ്റിന് എപ്പോഴും വന്നോളെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമ്പിനേഷനായിട്ട് എല്ലാം വരാം. ഡോക്ടർ, എപ്പോഴാണ് ഈ പരിക്കുകൾ അപകടകരമാകുന്നത്, അല്ലെങ്കിൽ അപകടകരമായ പരിക്കുകൾ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുക? പരിക്കുകൾ അപകടകരമാവുന്നത് എന്ന് പറഞ്ഞാൽ സീരിയസ് ആയ ഇഞ്ചുറീസിൽ നമുക്ക് ക്ലിനിക്കലി എങ്ങനെ പറയാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാൾ ഒരു കളിക്കളത്തിൽ പറ്റുന്ന പരിക്കാണെങ്കിൽ അയാൾ എണീറ്റ് നിൽക്കാൻ പറ്റുന്നുണ്ട്, ആ കാലിൽ അയാൾക്ക് വെയിറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അത് അത്ര സീരിയസ് ഇഞ്ചുറി ഇല്ല.